നമസ്കാരം. ബി.ജെ.പിക്ക് കേരളത്തിൽ വ്യക്തമായ സ്ഥാനം നേടിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ്. തൃശൂർ പിടിച്ചെടുക്കാനും പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തെത്താനും വോട്ട് ശതമാനം ഉയർത്താനും ബി.ജെ.പിക്ക് സാധിച്ചിരുന്നു. ഇപ്പോഴിതാ കേരളത്തിൽ ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താമര വിരിയിച്ച എം.പി സുരേഷ് ഗോപിയുടെ ചില വാക്കുകളാണ് ശ്രദ്ധേയമായി മാറുന്നത്. ആലത്തൂരിൽ പ്രധാനമന്ത്രി പ്രചാരണത്തിനെത്തിയപ്പോൾ തന്റെ തോളത്ത് തട്ടി സംസാരിച്ചിരുന്നു. എല്ലാവരും എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് തനിക്ക് അത് പറയാനുള്ള അനുവാദമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങൾ പാർലമെന്റിലേക്ക് വരാൻ പോകുന്നു, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ വരുമെന്നാണ് പ്രധാനമന്ത്രി തന്നോട് പറഞ്ഞതെന്ന് സുരേഷ് ഗോപി ഇപ്പോൾ വെളിപ്പെടുത്തി. അതിനാൽ തന്നെ മലയാളികൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് തനിക്ക് ചെയ്യാൻ സാധിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നതെന്നും സുരേഷ് ഗോപി പറയുന്നു. അതേസമയം കോവളത്തിന്റെ അടക്കം മുഖഛായ മാറ്റുന്ന പദ്ധതികൾ ഉണ്ടെന്നും അതിന് സംസ്ഥാനം തടസ്സം നിൽക്കാതിരുന്നാൽ മതിയെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുറന്നടിച്ചു. പിന്തുണച്ചില്ലെങ്കിലും വേണ്ടില്ല, എതിർവാദങ്ങൾ ഉന്നയിച്ച് പദ്ധതികൾ നശിപ്പിക്കരുത്. വൈലോപ്പിള്ളി സംസ്കൃത ഭവനിൽ തിരുവനന്തപുരം ഫിലിം ഫ്രറ്റേണിറ്റി സംഘടിപ്പിച്ച അനുമോദന സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കോവളം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല തരാനെന്ന് വിചാരിക്കരുത്. ഒന്ന് മിനുക്കിയെടുത്ത് പുതിയ കോവളം എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയുണ്ട്. സംസ്ഥാനം ഒന്ന് സഹകരിച്ചാൽ മതി. സഹായിച്ചില്ലെങ്കിലും പിന്തുണച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എതിർവാദങ്ങൾ ഉന്നയിച്ച് നശിപ്പിക്കാതിരുന്നാൽ മതിയെന്നും സുരേഷ് ഗോപി പറയുന്നു. അതേസമയം ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്ന ഒരു കാര്യമാണ്. ആരും മോശക്കാരല്ല, രാഷ്ട്രീയമായിക്കോളൂ. പക്ഷേ ആ രാഷ്ട്രീയം നേടിത്തരുന്ന സ്ഥാനമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മാത്രം ചിന്തിക്കാനുള്ള അവകാശം ആർക്കുമില്ലെന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു. അതേസമയം പെട്രോളിയം ആയാലും ടൂറിസം ആയാലും ജനഹിതപരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് താൻ പഠിച്ചതിൽ നിന്നും ഇതുവരെ മനസ്സിലാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വാചാലനായി സംസാരിച്ചത് അത്രയും ടൂറിസത്തെ പറ്റിയാണ്. ആ പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ വഴിതെറ്റി പോകരുത് എന്ന് മാത്രമാണ് തനിക്കുള്ള പ്രാർത്ഥനയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.